ഫ്രാഞ്ചൈസർ ഒരു ബ്രാൻഡ് ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. റൈറ്റ് ഫ്രാഞ്ചൈസി ആവണം, റൈറ്റ് ലൊക്കേഷൻ ആവണം. പക്ഷേ റൈറ്റ് ഫ്രാഞ്ചൈസി ഉദ്ദേശിക്കുന്നത് റൈറ്റ് പേഴ്സൺ ആവണം, കറക്റ്റ് റൈറ്റ് ആളാവണം. റൈറ്റ് ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഒരുവിധം പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ടേക്ക് പോകും. ഒരു ഫ്രാഞ്ചൈസീനെ നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ, കാരണം നിങ്ങളിപ്പം ഫ്രാഞ്ചൈസി ചോദിച്ചു വന്ന എല്ലാവർക്കും നിങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കൂലല്ലോ എന്തായാലും. നിങ്ങളെ കുറച്ച് ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ നിങ്ങളെ ബ്രാൻഡായിട്ട് മാച്ച് ആവുന്ന കുറച്ച് സംഗതികൾ അവർക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അവരായിട്ട് ഫ്രാഞ്ചൈസി നിങ്ങൾ സൈൻ ചെയ്യുള്ളൂ. അങ്ങനെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റീസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഫ്രാഞ്ചൈസി കൊടുക്കുക എന്നുള്ളൊരു സംഭവം ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരുന്നൊരു ഫ്രാഞ്ചൈസി പാർട്ട്ണറാണ്, നമ്മളെ ഫാമിലിയുടെ ഒരു മെമ്പറായിട്ടാണ് ആൾ വരുന്നത്. അപ്പോൾ ആൾ മിനിമം ഈ പറയുന്ന ബിസിനസ്, അതായത് ചിലപ്പോൾ നമ്മളെ ഫീൽഡിൽ തന്നെ അത്ര പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല, ആൾ വേറെ എന്തെങ്കിലും ജോബോ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബിസിനസ്സോ ആണ് ചെയ്യുന്നത്. പക്ഷെ മിനിമം ആ ബിസിനസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ളത് എന്തായാലും നമ്മൾ നോക്കും. ഈ പറയുന്ന എങ്ങനെ ആയാലും ഫസ്റ്റ് ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ടാവും, ഒരു കൂളിംഗ് പീരീഡ് ഉണ്ടാവും, എല്ലാ സ്റ്റേജും ഒരു ബിസിനസ്സിന് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്ത് ചെയ്യണം, നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുണ്ടാവും. ചിലപ്പോൾ ഒരു മാർക്കറ്റിൽ ചെന്ന പാടന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഫുള്ളി കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ആ പാർട്ട്നേഴ്സ് ശരിക്കും അവിടെ എന്ത് ചെയ്യണം, നമ്മളെ ഒപ്പം നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളൊരു സംഭവം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള ഫ്രാഞ്ചൈസി ഓണേഴ്സൊക്കെ നമുക്ക് അങ്ങനെയുള്ളൊരു ഫ്രാഞ്ചൈസി ഓണേഴ്സ് ആണ്. കാരണം നമ്മളെ സ്ട്രഗിളിങ് സ്റ്റേജും അല്ലെങ്കിൽ നമ്മളെ സ്റ്റാഫ് ഷോർട്ടേജും എല്ലാ കാര്യങ്ങളും, കാരണം ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സ്റ്റേജസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവരെ മുന്നിലേക്ക് നമ്മൾ ശരിക്കും ഞങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളൊരു ഫ്രാഞ്ചൈസി പാർട്ട്ണർ എടുക്കുമ്പോൾ നമുക്ക് എത്ര ബെനിഫിറ്റ് ആണോ അതേ രീതിയിൽ ആർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം. ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരാൾക്കും എന്തുണ്ടാവണം, ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അവർക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, അവർ നെക്സ്റ്റ് ഒരു ഫ്രാഞ്ചൈസി എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ നെക്സ്റ്റ് ഒരാളെ റെഫർ ചെയ്യാനോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഏറ്റവും ഇനീഷ്യലി നമ്മൾ നോക്കുന്നത് നമ്മൾ അതിനെ ഒരു ബിസിനസ് കൺസെപ്റ്റ് അവർ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും.